ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നവരെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ, അല്ലേ? വെറുതെ ഒരു ചാനൽ ഉണ്ടാക്കി കുറച്ച് വീഡിയോസ് മാത്രം ഇട്ടാൽ മതി. നമുക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സും എല്ലാം കിട്ടണ്ടേ? അപ്പൊ നമ്മൾ ചാനൽ തുടങ്ങണാട്ടി മുന്നേ തന്നെ വെൽ പ്ലാനഡ് ആയിരിക്കണം. ഞാൻ ചാനൽ തുടങ്ങണാട്ടി മുന്നേ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് 1, നമ്മൾ ക്രാഫ്റ്റ് ചാനലാണ് തുടങ്ങുന്നത്. പക്ഷെ ക്രാഫ്റ്റിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഇല്ലേ? അപ്പൊ സ്റ്റെപ്പ് 1 അത് തന്നെയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് യു വാണ്ട് ടു ഫോക്കസ് ഓൺ എന്ന് വെച്ചപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ്, പെയിന്റിംഗ്, കാലിഗ്രാഫി, റെസിൻ ആർട്സ്, ക്ലേ ആർട്സ്. അപ്പൊ നമ്മൾ ഏതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കുക. അടുത്ത സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്നത് ക്രിയേറ്റ് എ നെയിം ഫോർ ദി ചാനൽ. ചാനൽ നെയിം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേര് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അതെല്ലാം ഒന്നും കൂടി ക്യൂട്ട് നെയിംസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നെയിമിൽ വേറെ ചാനൽസ് ഉണ്ടോ എന്ന് ആദ്യം സെർച്ച് ചെയ്യണം. അങ്ങനെ വേറൊരു ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു നെയിം തന്നെ കണ്ടെത്തണം. നെയിം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് 3, മേക്ക് ദി യൂട്യൂബ് ചാനൽ. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതിന്റെ എല്ലാ സ്റ്റെപ്സും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് യൂട്യൂബേഴ്സ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 എന്താന്ന് വെച്ചാൽ ഗുഡ് ക്യാമറ ഓർ എ ഗുഡ് ക്ലാരിറ്റി സ്മാർട്ട് ഫോൺ. ഒരു യൂട്യൂബർക്ക് ആദ്യം വേണ്ട ഐറ്റമാണ് ഈ ക്യാമറ. നമ്മൾ എടുക്കുന്ന വീഡിയോസിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മാർട്ട് ഫോൺ നമുക്ക് അതിന് ആവശ്യമാണ്. ആൻഡ്രോയിഡോ ഐഫോണോ ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ വീഡിയോ ക്ലിയർ ഉണ്ടായിരിക്കണം. അപ്പൊ വീഡിയോ എടുത്താൽ മാത്രം മതിയോ? സ്റ്റെപ്പ് 5, എഡിറ്റിംഗ് ആപ്സ്. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ആപ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഈ ബിഗിനേഴ്സിന് പറ്റിയ ആപ്പാണ് ഇൻഷോട്ട്, VN, CapCut. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അടുത്തത് സ്റ്റെപ്പ് 6 ആണ്. മേക്ക് എ പ്രൈവറ്റ് സ്പേസ് ഓർ എ പ്രൈവറ്റ് ഏരിയ ഫോർ യുവർ ക്രാഫ്റ്റിംഗ്. ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ജനലിന്റെ അടുത്തോ അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്താക്കുക. നമുക്ക് നാച്ചുറൽ ലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ പിന്നെ നമുക്ക് റിംഗ് ലൈറ്റിന്റെയും ടേബിൾ ലൈറ്റിന്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. അപ്പൊ അടുത്തത് സ്റ്റെപ്പ് 7, മെറ്റീരിയൽ പർച്ചേസിംഗ് ആണ്. ഇക്കാലത്ത് ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് നോക്കി നടക്കേണ്ട കാര്യമില്ല. ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനൽ തുടങ്ങുന്നതിനാട്ടി മുന്നേ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുതുതായി ക്രാഫ്റ്റ് ചാനൽ തുടങ്ങുന്നവർക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ക്രാഫ്റ്റ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.